നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് മണ്ഡലോത്തുരത്തിലെ ദേവീസന്നിധിയായ മുളച്ചന്ത്ര ദേവീ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലാണ്. ഇന്ന് ഇവിടെ ഒത്തുചേരുവാനുള്ള കാരണം തണൽ എന്ന കൂട്ടായ്മ ഇവിടെ ഫലവൃക്ഷത്തൈകളും തണൽ മരങ്ങളും നട്ടുപിടിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. വരും തലമുറയ്ക്ക് തണലേകുന്നതിന് വേണ്ടി നാളേക്ക് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നും തണൽ എന്ന കൂട്ടായ്മ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് കടക്കാം. ഏകദന്തം മഹാകായം സപ്തകാഞ്ചനസന്നിധം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാകാരം വന്ദേഹം ഗണനായകം. ചന്തറയിൽ അമരുമമ്മേ ശ്രീഭദ്രകാളി വണങ്ങിടുന്നേ. മണ്ഡലോത്തുരത്ത് മുളച്ചന്ത്ര ദേവസ്വം ക്ഷേത്രത്തിലെ പൊതുയോഗത്തോടനുബന്ധിച്ച് ഇവിടെ ഒരു തീരുമാനമുണ്ടാവുകയും നമ്മുടെ ക്ഷേത്രത്തിലും പരിസരത്തും വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുവാൻ വേണ്ടി ഒരു തീരുമാനമുണ്ടായും അതിന് ഒരു കൂട്ടായ്മ തണൽ എന്ന ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും അവരുടെ ശ്രമഫലമായിട്ട് കുറേ വൃക്ഷങ്ങളും തെങ്ങ്, മാവ്, പ്ലാവ് അങ്ങനെയുള്ള വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ക്ഷേത്രത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു 10-20 വർഷം മുമ്പ് ഒരു ക്ഷേത്ര പൊതുയോഗത്തിൽ വെച്ച് ഞാൻ പറഞ്ഞായിരുന്നു, മറ്റ് അമ്പലങ്ങൾ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്പലം ഒരു തണലൊന്നുമില്ല, വളരെ വെയിൽ കൊണ്ട് ആൾക്കാർ എവിടെ ഒരു കല്യാണത്തിനോ മറ്റു പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ വെയിൽ കൊണ്ട് തളരുന്നൊരവസ്ഥ, എങ്ങനെ കയറി നിൽക്കാൻ പറ്റുന്നൊരവസ്ഥ. മറ്റു പല അമ്പലം നോക്കുന്നുണ്ടെങ്കിൽ നല്ല തണൽ മരങ്ങളും ഒക്കെ വെച്ച് വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. അന്ന് ഞാൻ പറഞ്ഞ ഒരു 20 വർഷത്തോളമാവും. അന്ന് ഞാൻ പറഞ്ഞു നമുക്കൊരു ഇവിടെ എല്ലാ ഏരിയയിലെല്ലാം നല്ല തണൽ വൃക്ഷങ്ങൾ, പല വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കണം എന്ന് പറഞ്ഞു. അന്ന് പൊതുയോഗത്തിൽ അത് കേൾക്കുകയും പക്ഷേ അത് കാര്യമാക്കി എടുക്കുകയായിരിക്കും ചെയ്തു. ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട അജിത്ത്, നമ്മുടെ സുന്ദരൻ തുടങ്ങിയവർ ഭാരവാഹികളായിടം പോലെ നമ്മളിങ്ങനെ സംഭവം അവതരിപ്പിക്കുകയും അവരതിനുള്ള നല്ല രീതിയിലുള്ള പ്രോത്സാഹനം തരികയും ആ കമ്മിറ്റി വളരെ അധികം നമ്മളെ സഹായിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഈ ഏരിയ മൊത്തവും തണൽ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ഉള്ളൊരു അവസരം കിട്ടി. നമ്മുടെ ചാത്തൻ ACP ബഹുമാനപ്പെട്ട ഗോകുമാർ സാറ് അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്യാൻ എത്താമെന്ന് പറഞ്ഞിട്ട് ഉടനെ എത്തും. അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ വളരെയധികം നന്ദി രേഖപ്പെടുത്തിയാണ്. അതുപോലെ തന്നെ ഈ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന നമ്മളെ അമ്പലം ദേവസ്വം കമ്മിറ്റി ഭാരവാഹികൾക്കെല്ലാം ഇതേന്ന് പറഞ്ഞ് നന്ദി രേഖപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൂടെ വളരെ ആത്മാർത്ഥമായിട്ട് തണലിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും തണലെന്ന് പറഞ്ഞ കൂട്ടായ്മ, അതിനകത്ത് നമ്മളിവിടെ വളരെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും വളരെ നന്ദി രേഖപ്പെടുത്തിയാണ്. മുളച്ചന്ത്ര ദേവസ്വം ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളുടെ കൂട്ടായ്മ വൃക്ഷത്തൈകൾ നടുന്നതിന് കൂട്ടായ്മ ആയി നിൽക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും മുളച്ചന്ത്ര അമ്മമാരുടെ നാമത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. മുളച്ചന്ത്ര ദേവസ്വം ക്ഷേത്രത്തിലെ നമ്മുടെ ഗ്രൗണ്ട് വിശാലമായ ഉള്ള ഗ്രൗണ്ടിൽ വളരെയധികം വെയിലും ആൾക്കാർ വന്നാൽ വളരെ ബുദ്ധിമുട്ടി കഴിയുന്ന ഒരു സാഹചര്യമാണ്. വെയിലുണ്ട്. ഈ തണൽ വർഷം ഈ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനോട് ഈ വർഷം നല്ല ഗ്രൗണ്ട് നല്ല പച്ചപ്പോടുകൂടി നല്ല തണൽ ഉണ്ടാവും. ഈ തണലിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന തണൽ കൂട്ടായ്മയ്ക്ക്, മണ്ഡലോത്തുരത്തിലെ തണൽ കൂട്ടായ്മയ്ക്ക് മുളച്ചന്ത്ര ദേവസ്വം ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി പ്രത്യേകമായി അവർക്ക് നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ കൂട്ടായ്മ മുമ്പോട്ടും നല്ല രീതിയിൽ ഇതേപോലെ നല്ല കാര്യങ്ങൾ ചെയ്ത് ക്ഷേത്രത്തിന് അഭിവൃദ്ധി ഉണ്ടാകത്തക്ക രീതിയിൽ പ്രവർത്തിക്കണമെന്ന് കൂട്ടായ്മയോട് ആവശ്യപ്പെടുന്നു. ആദ്യം തന്നെ ജയപാലൻ പറഞ്ഞ പോലെ 20 വർഷം മുമ്പ് ഒരു പൊതുയോഗത്തിൽ ഇത് അവതരിപ്പിച്ചാണ്. പക്ഷേ അതാരും അന്ന് കാര്യമായിട്ട് എടുത്തില്ല. അപ്പോൾ അതിൻ്റെയാണ് ഈ താമസം വന്നത്. അതിനുശേഷം പല പ്രാവശ്യം പലരും സംസാരിച്ചെങ്കിലും ആരും അതിനത്ര താല്പര്യം എടുത്തില്ല. എന്തായാലും ഈ തണൽ ഇതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നതിന് അവരോട് അങ്ങേയറ്റം നന്ദി ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫലവൃക്ഷങ്ങൾ വെക്കുന്നതെന്ന് കരുതി
തണലിൻ്റെ പേരിലാണ് വെക്കുന്നതെങ്കിലും എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ഓരോ പൊതുജനത്തിനും അതിന് ഇത്തിരി വെള്ളം ഒഴിക്കാനോ അതിന് ഇത്തിരി വളമിടാനോ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അല്ലാതെ തണലാണ് തന്നെ അവർ നോക്കിക്കോളും എന്നുള്ള ചിന്താഗതിയിൽ നമ്മൾ നിൽക്കരുത്. അതുകൊണ്ട് അവരുടെ ഈ ആത്മാർത്ഥമായ പ്രവർത്തനത്തിൽ അങ്ങേയറ്റം നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ പൊതുയോഗത്തിൽ ആണ് ജയബാലൻ തുണ്ടിക്കടയിലാണ് ഈ ഒരു നിർദ്ദേശം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പൊതുയോഗങ്ങളിൽ ഈ ഒരു വിഷയം അവതരിപ്പിക്കുമെങ്കിലും കഴിഞ്ഞ പൊതുയോഗത്തിൽ ഇത് അവതരിപ്പിക്കുകയും ആ പൊതുയോഗം ഇത്തരത്തിലൊരു ഉദ്യമത്തിന് നല്ലൊരു പിന്തുണ നൽകുകയും ഒരു തീരുമാനമെടുത്ത് നൽകുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് നമ്മളുടെ ഭാരവാഹികളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. എനിക്ക് ആദ്യം തന്നെ നന്ദി പറയാനുള്ളത് നമ്മളുടെ ജയബാലൻ തുണ്ടിക്കടയിലാണ്. അദ്ദേഹത്തിൻ്റെ ആത്മസമർപ്പണമാണ് ഇന്ന് ഇത്രയും പെട്ടെന്ന് ഇത്തരത്തിലൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഈ മരം ഇവിടെ വെക്കുന്നത് എല്ലാ പ്രാവശ്യവും നമ്മളിങ്ങനൊരു തീരുമാനമെടുക്കും. പല കാര്യങ്ങളും പല റോഡ് സൈഡിലും പല കോമ്പൗണ്ടുകളിലും മരങ്ങൾ വെച്ചിട്ട് നമ്മളിഞ്ഞ് പോരപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്ന തീരുമാനം വെക്കുന്ന മരം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആ വെക്കുന്ന ആൾക്കും ഈ ക്ഷേത്ര ഭരണസമിതിക്കും പൊതുജനങ്ങൾക്കും ഒന്നായിട്ടാണ്. ഈ മരം വെക്കുന്നത് മാത്രമല്ല, ഇത് വെച്ച് വളർത്തി ഇത് വലുതാക്കി എടുക്കുകയും നാളെ നമ്മുടെ തലമുറ ഇത് കണ്ട് അവർക്ക് ഇതിൽ നിന്നൊരു ഉത്തേജനം ഉണ്ടായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കൂടുതൽ പ്രചോദനമാകട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് തണൽ കൂട്ടായ്മ ഈ കാര്യം ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രവൃത്തി കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല, ഇനിയും വളരെയേറെ കാര്യങ്ങൾ ആ ഗ്രൂപ്പ് വഴി ചർച്ച നടക്കുന്നുണ്ട്. അതുകൂടി നടപ്പിലാക്കി ഇത് ഒരു പൂർണ്ണതയിലെത്തിക്കാൻ ജയബാലൻ തുണ്ടിക്കടയ്ക്ക് വേണ്ടിയുള്ള പിന്നിൽ നിന്ന് ഞങ്ങൾ എല്ലാ സപ്പോർട്ടും നൽകും. എല്ലാവർക്കും ഈ അവസരത്തിൽ ഒരു നന്ദി കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ചന്ദ്രയിൽ അമരുമമ്മേ ശ്രീഭദ്രകാളി വണങ്ങിടുന്നേ ദുഃഖവിനാശിനി ദേവി ദുർഗേ നിൻ തിരുമുന്നിൽ നമിച്ചിടുന്നേ മുളച്ചന്തറയിൽ അമരുമമ്മേ ശ്രീഭദ്രകാളി വണങ്ങിടുന്നേ ദുഃഖവിനാശിനി ദേവി ദുർഗേ നിൻ തിരുമുന്നിൽ നമിച്ചിടുന്നേ ഓം ജയതേ ജഗദേ ജഗദീശ്വരി ദാരുകനാശിനി ജയകാളി ഓം ജയതേ ജഗദേ ജഗദീശ്വരി ഐശ്വര്യദായിനി ശ്രീ ദുർഗേ പണ്ടൊരു പേമാരി നാളിലല്ലോ കല്ലടയാറോ സമൃദ്ധമായി പണ്ടൊരു പേമാരി നാളിലല്ലോ കല്ലടയാറോ സമൃദ്ധമായി എങ്ങു നിന്നെങ്ങോ മലയിൽ നിന്നോ വെള്ളമിറങ്ങി വരികയായി എങ്ങു നിന്നെങ്ങോ മലയിൽ നിന്നോ വെള്ളമിറങ്ങി വരികയായി. ഇന്ന് നമ്മൾ മുളച്ചന്ദ്ര ദേവീക്ഷേത്ര സന്നിധിയിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയാണ് എന്നിപ്പം നടന്നത്. നമ്മുടെ ദേവീക്ഷേത്ര സന്നിധിയിൽ വരുന്ന ഭക്തന്മാർക്ക് എപ്പോഴും നല്ല മനസ്സോടുകൂടി വന്ന് ആ തണൽ മരങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് വളരെ ശാന്തമായി കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പോകുന്ന രീതിയിലേക്ക് ഇത് ക്രമീകരിക്കണം എന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ നമ്മുടെ കമ്മിറ്റി അംഗങ്ങളോട് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വളർന്നു വരുമ്പോൾ നമുക്കതിൻ്റെ ചുറ്റും ഒരു ഇതൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ബെഞ്ച് സ്ലാബ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും തോന്നും. എന്ത് തന്നെയായാലും ശാന്തമായ മനസ്സോടുകൂടി ഭക്തന്മാർക്ക് നല്ല രീതിയിൽ വന്ന് നമുക്ക് ദേവീക്ഷേത്ര സന്നിധിയിൽ വന്ന് തൊഴുന്നതിനുള്ള ഒരു നല്ല പരിപാടിയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അല്ലെങ്കിലും മരങ്ങളൊരു വരദാനം തന്നെയാണ്. നാളെ നമ്മൾ പോയാലും മരങ്ങൾ നിലനിൽക്കും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാഴ്ച. അതുമാത്രമാണ് ഈ കമ്മിറ്റി അംഗങ്ങളെ എല്ലാ രീതിയിലും അഭിനന്ദിക്കുന്നു. ഇതിന് മുൻകൈ എടുത്ത എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു.
നമ്രശിരസ്കയായി പ്രകൃതി പോലും വിളികൂട്ടി നിന്നു ദിക്പാലകരും നമ്രശിരസ്കയായി പ്രകൃതി പോലും ചെറ്റുദൂരയാ ജലപ്പരപ്പിൽ കാണുമാറായി യാതൊരുബിംബം ചെറ്റുദൂരയാ ജലപ്പരപ്പിൽ കാണുമാറായി യാതൊരുബിംബം കല്ലടയാറിലെ കുഞ്ഞോളങ്ങൾ അമ്മയ്ക്കു വീതിയൊരുക്കി നിന്നു കല്ലടയാറിലെ കുഞ്ഞോളങ്ങൾ അമ്മയ്ക്കു വീതിയൊരുക്കി നിന്നു ചാഞ്ചാടിയാടിയ ശക്തിരൂപം കല്ലടയാറിനെ പുണ്യമാക്കി ചാഞ്ചാടിയാടിയ ശക്തിരൂപം കല്ലടയാറിനെ പുണ്യമാക്കി ഓം ജയതേ ജഗദേ ജഗദീശ്വരി ദാരുകനാശിനി ജയകാളി ഓം ജയതേ ജഗദേ ജഗദീശ്വരി ഐശ്വര്യനായിനി ശ്രീദുർഗേ തുംഗമാം നീലനഭസിനുള്ളിൽ ആദിത്യദേവൻ ശിരസ്സു നീട്ടി തുംഗമാം നീലനഭസിനുള്ളിൽ ആദിത്യദേവൻ ശിരസ്സു നീട്ടി കാഴ്ചകൾ കാണുന്ന വിപ്രൻ മുന്നിൽ ശക്തി സ്വരൂപിണി അമ്മയെത്തി കാഴ്ചകൾ കാണുന്ന വിപ്രൻ മുന്നിൽ ശക്തി സ്വരൂപിണി അമ്മയെത്തി മുളച്ചന്തറയിൽ അമരുമമ്മേ ശ്രീഭദ്രകാളി വണങ്ങിടുന്നേ ദുഃഖവിനാശിനി ദേവി ദുർഗേ നിൻ തിരുമുന്നിൽ നമിച്ചിടുന്നേ എന്തു ഞാനേതു ഞാൻ ചെയ്യവേണ്ടു സ്തബ്ധനായി പോയി ആ കാരണ